ഫ്രീ ആയിട്ടേ ഈ കാണുന്ന ജ്വല്ലറി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ പഠിച്ചാൽ എങ്ങനെയുണ്ടാവും? അതും ഇതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസും ഫുഡും താമസ സൗകര്യവും ഒക്കെ ഫ്രീ. അതുമാത്രമല്ല, ദാ കാണുന്ന ആ സാരി ബോക്സ് ഫോൾഡിങ് ഇല്ലേ, അതും പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഒപ്പം. ഇതെല്ലാം ഫ്രീ. ഇതൊക്കെ കേട്ടപ്പോൾ നിങ്ങൾ ഞെട്ടിയില്ലേ? ഞാനും ആദ്യം ഇത് ഞെട്ടി കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ കോഴ്സിനെ പറ്റി കേൾക്കണത്. ആദ്യം ഇത് കേട്ടപ്പോഴുണ്ടല്ലോ, ഞാനത് ഫേക്കാവുന്ന വിചാരിച്ചേട്ടാ. ഫുഡൊക്കെ ഫ്രീ കിട്ടുമോ എന്ന് വിചാരിച്ചു കേട്ടാ. അവിടെ ചെന്നപ്പോഴല്ലേ ശരിക്കും ഞെട്ടിപ്പോയത്. ഫുഡ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, രാവിലെ 10:30 ആകുമ്പോഴല്ലോ ഒരു ചായയും കടിയും വരും കേട്ടാ. അത് കഴിഞ്ഞ് ഉച്ചയാകുമ്പോൾ നോൺ വെജോട് കൂടിയ ഫുഡ്, ചോറ്. അതും ഞങ്ങൾക്ക് മീൻ വറുത്തതാണ് കേട്ടോ. എല്ലാ ദിവസവും മീൻ വറുത്തതുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരം ഒരു 3:30 ചായ വരും കേട്ടോ. അങ്ങനെ 3 നേരവും ഫുഡായിരുന്നു. നിങ്ങളിതൊക്കെ കേട്ടപ്പോൾ ഞെട്ടിയില്ലേ? സത്യം പറ. ഫുഡിങ് മാത്രമല്ല കേട്ടോ അവിടെ ഉള്ളത്, ഞങ്ങളെ നന്നായി പഠിപ്പിക്കുകയും ചെയ്തു. ഇതാ കാണുന്ന ജ്വല്ലറി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയത് ഞങ്ങളാണ്. പിന്നെ ദേ ഈ സാരി ബോക്സ് ഫോൾഡിങ്ങും അതും പഠിച്ചിട്ടുണ്ടായി. ഇത് മാത്രമല്ല കേട്ടോ അവിടെ നിന്ന് പഠിച്ചത്. ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയുള്ള എല്ലാ മോട്ടിവേഷനുകളും നമുക്ക് അവിടെ നിന്ന് തരും കേട്ടോ. ഒരു ബിസിനസ് തുടങ്ങാൻ മോട്ടിവേഷൻ മാത്രം പോരാട്ടോ, പൈസയും വേണം. അതിന് വേണ്ട പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കലും ബാങ്ക് ലോൺസ് പ്രൊവൈഡ് ചെയ്യലും ഒക്കേനും അവർ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം ഇതെന്താ കോഴ്സെന്ന് ഞാനിതുവരെ പറഞ്ഞില്ലല്ലോ. ആർട്സെറ്റി ഒരു റൂറൽ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും കാനറ ബാങ്കിൻ്റെയും ഒരു സംയുക്ത സംരംഭമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, ഫുൾ ഫ്രീ ആണ് എല്ലാവരും. ഇവിടെ ഈ കോഴ്സ് മാത്രമല്ല കേട്ടോ പഠിപ്പിക്കുന്നത്, ഒരുപാട് കോഴ്സുകൾ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഇങ്ങനൊരു സ്ഥാപനത്തെക്കുറിച്ച് കേൾക്കണത്. ഫ്രീ എന്ന് കേട്ടതും ഞങ്ങളിവിടെ ജോയിൻ ചെയ്യാൻ പോയെങ്കിലും അവിടെ മുൻഗണനയുള്ളത് കുടുംബശ്രീകാർക്കും BPL കാർഡുകാർക്കും SC/ST കാർക്കും കേട്ടോ. അവരുടെയൊക്കെ കഴിഞ്ഞിട്ടാണ് ജനറൽക്കാർക്കുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ഭാഗ്യത്തിന് ഞങ്ങൾക്ക് കിട്ടിയിട്ടാ. അപ്പോൾ ഞങ്ങളിത് ഈ ജ്വല്ലറി മേക്കിങ്ങും ഒക്കെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് എക്സാമും ഉണ്ട് കേട്ടോ. എക്സാം കഴിഞ്ഞിട്ട് ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ NCVT സർട്ടിഫിക്കറ്റും ലഭിക്കും. ഇനി ഈ കോഴ്സുകൾ പോയി പഠിക്കേണ്ടത് എവിടെയാണെന്നല്ലേ? ഇത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ ആർട്സെറ്റിയുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് കേട്ടോ. നമ്മുടെ തൃശ്ശൂർ ജില്ലയുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ വരുന്നത് തൃശ്ശൂർ വില്ലടത്താണ് കേട്ടോ വരുന്നത്. അപ്പോൾ അവിടെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉള്ളത്. അവിടെ ഒരുപാട് കോഴ്സുകൾ പഠിക്കുന്നുണ്ട്. മൊബൈൽ ഫോണിൻ്റെ റിപ്പയറിങ്, കൂൺ പരിശീലനം, മുള കൊണ്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കൽ, സ്റ്റിച്ചിങ്, അങ്ങനെ വേണ്ട കുറേ സംഭവങ്ങളുണ്ട്. നമ്മുടെ ഈ അടുത്ത പ്രദേശത്ത് അവരുടെ കോഴ്സ് കിട്ടുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പോയി പഠിച്ചത് പുതുക്കാടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് എക്സാം എഴുതാൻ വേണ്ടി മാത്രമേ പോകേണ്ടുവന്നുള്ളൂ. അപ്പോൾ എക്സാം എഴുതാൻ പോയ വിശേഷവും ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മുടെ ആർട്സെറ്റിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ എല്ലാ വിവരങ്ങളും ഞാനിതിൽ പറയാം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം, എക്സാമിൻ്റെ വിശേഷവും ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വിശേഷമായിട്ട്. ബൈ.